നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ, പാത തന്നെയാണ് ലക്ഷ്യം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ശരിയായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ലക്ഷ്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക, ജീവിക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്. ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി ലക്ഷ്യത്തിൽ നിലയുറപ്പിച്ചിട്ട് ആ ലക്ഷ്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുമ്പോൾ ഫാമിലി ലൈഫിൽ, ജോലി സ്ഥലത്ത്, ഇൻട്രാക്ഷൻസിൽ, നമ്മൾ അത്രയും ശ്രദ്ധിക്കപ്പെടാത്ത സമയങ്ങളിൽ എല്ലാം നമുക്ക് ആ ലക്ഷ്യമായിട്ടുള്ള സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള സമയങ്ങളിലും കൂടി നമ്മൾ റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള സമയങ്ങളിലും കൂടി നമുക്ക് വെറുപ്പുണ്ടാവാനോ ജലസി ഉണ്ടാവാനോ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാനോ പാടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിമിഷം ഉണ്ടാവില്ല. ലക്ഷ്യത്തിലിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. അപ്പം ഇവിടെ പരമമായിട്ടുള്ള ശാന്തിയാണ്, പരമമായിട്ടുള്ള ആനന്ദമാണ്, ജോയാണ്. അവിടെ എക്സിസ്റ്റൻസ് തന്നെയാണ്, മാറ്റമില്ലാത്ത ഒരവസ്ഥയാണ്. ആ പരമമായിട്ടുള്ള ശാന്തി നിലനിൽക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ലാതെ വരുന്നു.
വിശ്വാസം നമ്മുടെ ഫൗണ്ടേഷനായിട്ട് മാറും. നമ്മളതും ഡിസ്കസ് ചെയ്തു. എന്താണ് അബ്സല്യൂട്ടായിട്ടുള്ള ഫെയ്ത്ത്, ശ്രദ്ധ എന്ന് പറയുന്നത്. അത് നമ്മുടെ അടിത്തറയായിട്ട് മാറും. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. വിശ്വാസം നമ്മുടെ സ്മരണയിൽ ആവും. നമ്മളത് ആ തലത്തിൽ നിന്ന് പെരുമാറാൻ തുടങ്ങും. അതുമാതിരി കറേജ് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. കറേജസ് ആവുക എന്നുള്ളതിനും ഉപരി കറേജിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ടുള്ള ചാരിജി മഹാരാജ് പറയും, കറേജ് എന്ന് പറയുന്നത് ഉപയോഗിക്കാനുള്ളതാണ്. അല്ലാതെ ഞാൻ കറേജിയസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. സന്ദർഭം വരുമ്പോൾ അത് പ്രകടമാവും. സന്ദർഭം ഇല്ലാത്ത സമയത്തോ പുറത്ത് സന്ദർഭമില്ല, പക്ഷെ കറേജ് നമ്മുടെ സ്വഭാവമാണ്, അടിസ്ഥാനപരമായിട്ട് സ്വഭാവമാണ്. വിനയം നമ്മുടെ അടിസ്ഥാനപരമായിട്ട് സ്വഭാവമാണ്. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. ഇത് വിപരീതമായിട്ട് തോന്നാം. ബാബുജി മഹാരാജ് സത്യോദയത്തിൽ പറയുന്നുണ്ട്, ഈ റെസ്റ്റ്ലെസ്നെസ് ആണ് ശരിക്കും നമുക്ക് ആവശ്യം. എന്താണ് ആ റെസ്റ്റ്ലെസ്നെസ്? അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള റെസ്റ്റ്ലെസ്നെസ്. അതാണ് ക്രേവിങ് എന്ന് പറയുന്നത്. ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നത് വരെ വിശ്രമിക്കുകയും വരുത് എന്ന് മൂന്നാമത്തെ സഹജമാർഗത്തിൽ പ്രമാണം പറയുമ്പോൾ, ഈശ്വരമായിട്ടുള്ള പൂർണ്ണ ഏകത്വം നമ്മൾ പ്രാപിക്കുന്നത് നമ്മളതിലാണ്. പിന്നെ എന്തിനാണ് ബാബുജി മഹാരാജ് അങ്ങനെ പറഞ്ഞത്? ഈശ്വരൻ എങ്ങനെയാണോ അതുപോലെ മാറുന്നത്. ഡിവിനിറ്റി പൂർണ്ണമായിട്ട് സ്നേഹമാണ്. അതെങ്ങനെയാണ് ഇവിടെ നിലകൊള്ളുന്നത്, അതുപോലെ തന്നെ നമ്മളും നിലകൊള്ളണം. ഇവിടെയുള്ള ഓരോ അണുവിൻ്റെ ഹൃദയത്തിലും ഞാൻ വസിക്കുന്നു എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, വിശ്വാസി പറയുന്നത്. അപ്പം നമ്മളും അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയുടെ കൂടെ നിൽക്കുമ്പോൾ, മർജ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെയാവും. ഇവിടെയുള്ള ഓരോ അണുവിലും സ്പന്ദിക്കാൻ തുടങ്ങും. ചിന്തകൾ പ്രകടമാവുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാവുന്നു എന്ന് ദാജി പറയുന്നു. ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ, വേറെ ആൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാവും ചിന്ത എന്തായിരിക്കുന്നു. കാരണം നമ്മൾ അതിൻ്റെയും അടിത്തറയിൽ നിൽക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ക്രേവിങ്, അതാണ് ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വം. അവിടേക്ക് എത്തിച്ചേരുമോ? ഇതൊരു അസിംപ്ടോട്ടാണെന്നാണ് ദാജി പറയുന്നത്. ഒരു രേഖയോട് കൂട്ടുമുട്ടാൻ ശ്രമിക്കുന്ന വേറെ രേഖ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും കൂട്ടുമുട്ടില്ല. പക്ഷെ ആ ശ്രമത്തിൽ നമുക്കുണ്ടാവുന്ന സന്തോഷം, ആനന്ദം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ റെസ്റ്റ്ലെസ്സും ആനന്ദം ഒരുമിച്ച് പോകുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്തായിരിക്കണം? ആ ഒറിജിനൽ അവസ്ഥയോട് യോജിച്ച രീതിയിലേക്കാണ് നമ്മുടെ ജീവിതം. വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത്. ആത്മന്യേവാത്മനാ തുഷ്ട എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. സന്തുഷ്ടനാണ്, ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽഡാണ്. ആ സെറ്റിൽഡായിട്ട് അവസ്ഥയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും, എന്ത് ആവശ്യമുണ്ടെന്ന് നമുക്ക് ആവശ്യങ്ങൾ തന്നെ നിറവേറ്റപ്പെടും. ബാബുജി മഹാരാജ് പലപ്പോഴുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ആവശ്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കൂ. വാണ്ട്സ് ആൻഡ് നീഡ്സ്. വാണ്ട്സ് പറയുമ്പോൾ ആഗ്രഹങ്ങൾ, അതിനൊരു അവസാനമില്ല. എനിക്ക് വെള്ളം വേണം, ദാഹം മാറും. പക്ഷേ എനിക്ക് മിറിണ്ട വേണം, പെപ്സി വേണം, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വേണം എന്ന് പറയുമ്പോൾ അത് ആഗ്രഹമായിട്ട് മാറും. എനിക്ക് ഡ്രസ്സ് വേണം, വൃത്തിയായിട്ട് നടക്കാൻ ഡ്രസ്സ് വേണം, പക്ഷേ അതിന് വില കൂടിയ ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോൾ അത് ആഗ്രഹമായിട്ട് മാറും. എല്ലാത്തിലും ഇങ്ങനെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. മഹാത്മാഗാന്ധിജി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ എല്ലാവരെയും ആവശ്യത്തിനായിട്ടുള്ളതുണ്ടെന്നാണ്. ആഗ്രഹം പൂർത്തീകരിക്കാനില്ല എന്നാണ്. ആ ലാളിത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായിട്ട് മാറും. പുറമേയുള്ള ലാളിത്യം ആന്തരികമായ ലാളിത്യത്തിൻ്റെ റിഫ്ലക്ഷനായിട്ട് മാറും. ഇപ്പോൾ സഹജമാർഗത്തിൽ നാലാമത്തെ പ്രമാണം പറയുന്നത് പ്രകൃതിയുമായി താരതമ്യപ്പെടുത്താൻ, ബി പ്ലെയിൻ ആൻഡ് സിമ്പിൾ ടു ബി ഇൻ ട്യൂൺ വിത്ത് നേച്ചർ. പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കാൻ ഉതകുന്ന രീതിയിൽ ജീവിതം ലളിതവും പരിശുദ്ധവുമാക്കുക. പ്യൂർ ആൻഡ് സിമ്പിൾ, പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയി മാറുക. അപ്പോൾ നമ്മുടെ പ്രകൃതം എന്താണ്? ആന്തരികമായിട്ടുള്ള പ്രകൃതം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആന്തരികമായിട്ടുള്ള പ്രകൃതം ആനന്ദമാണ്, സ്നേഹമാണ്, സത്യസന്ധതയാണ്. ഇതൊക്കെ നമ്മുടെ പ്രകൃതമാണ്. ആ പ്രകൃതമായി താതാത്മ്യം പ്രാപിക്കാൻ ഉതകുന്ന രീതിയിൽ ജീവിതം ലളിതവും സരളവുമാക്കുക, പരിശുദ്ധവുമാക്കുക.
അപ്പോൾ പ്യൂരിറ്റി സിംപ്ലിസിറ്റി ഒക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ സാധന. നമ്മൾ മെഡിറ്റേഷൻ റൂമിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളിൽ വരുന്ന ആ പരിശുദ്ധിയും ലാളിത്യം, ശുദ്ധീകരണത്തിലൂടെ വരുന്നത് പ്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റിയാണ് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞത്. കോംപ്ലക്സിറ്റീസും ഇമ്പ്യൂരിറ്റീസും മാറി പ്യൂരിറ്റീസും സിംപ്ലിസിറ്റിയും വരുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ സിംപ്ലിസിറ്റിയിൽ കറക്റ്റ് ആവുന്നു. പ്രാർത്ഥനാ ഭാവത്തിലുള്ള സിംപ്ലിസിറ്റിയും പ്യൂരിറ്റി നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്നു. ഞാനവിടെ ഇല്ലാണ്ടേ വന്നു. ആ ഒരു അവസ്ഥയിൽ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. അപ്പോൾ ലാളിത്യവും അതുമാതിരി പരിശുദ്ധിയും ഇതൊക്കെ നമ്മുടെ നേച്ചർ, സെക്കൻഡ് നേച്ചറായിട്ട് മാറുന്നു. പുറമേ ഷോ അല്ല. അപ്പോൾ പലരും ബാഹ്യമായിട്ടുള്ള സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചവരുണ്ട്, പക്ഷെ ആന്തരികമായിട്ട് സിംപ്ലിസിറ്റി വരുന്നില്ല. നമുക്ക് നൽകണമെന്നുണ്ട്, പക്ഷേ നമുക്ക് നൽകാൻ പറ്റുന്നില്ല. പുറമേ വളരെയധികം എന്താ പറയുക, പൈസ ഒന്നും ഇല്ലാതെ പോലെ നടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ബാങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ അറിവ് നൽകാൻ പറ്റുന്ന ആൾക്കാർ അറിവ് നൽകാതെ പേടിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നു. അറിവിനോടുള്ള അട്രാക്ഷൻ, പൈസയോടുള്ള അട്രാക്ഷൻ, പദവിയോടുള്ള അട്രാക്ഷൻ, നല്ല പദവി പോകുമോ എന്നുള്ളൊരു പേടി. നന്മ ചെയ്യുമ്പോഴും അതൊരു പ്രശ്നമാണെന്ന് ജാർജി മഹാരാജ് പറയുന്നുണ്ട്. എൻ്റെ നന്മയുടെ ഈ ഒരു പരിവേഷം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ അഭിനയിക്കുക, ഞാൻ നല്ല ആളാണ് എന്ന് അഭിനയിക്കുക. കഥാനായകൻ എന്നൊരു സിനിമയുണ്ട്, പയ്യാരത്ത് പത്മനാഭൻ നായർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് മകനുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ബ്രഹ്മചാരിയാണെന്ന് കാണിച്ചുകൊണ്ട് അത് തകർന്നു പോകുമെന്നുള്ള പേടിയാണ് ജീവിതം മുഴുവൻ. അപ്പം ഇത് ലാളിത്യമല്ല. അപ്പം ലാളിത്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് ഈ മാക്സിമിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.